ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് സിനിമയ്ക്ക് ഒറ്റയടിക്ക് ഹൈപ്പ് കിട്ടിയ ഒരു ഫാക്ടറായിരുന്നു ഇതിൽ റെഡ് ഹൾക്ക് ഉണ്ടെന്നുള്ളത്. ഹൾക്ക് വേഴ്സസ് റെഡ് ഹൾക്ക് ഫൈറ്റ് ലൈവ് ആക്ഷനിൽ കാണാൻ നമ്മളെല്ലാവരും ഒരുപാട് കാലമായിട്ട് കാത്തിരിക്കുന്നതാണ്. എന്തായാലും ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് വരാനിരിക്കുന്ന ഒരു MCU ഹൾക്ക് മൂവിയിലേക്കുള്ള ചുവടുവെപ്പാണെന്ന കാര്യം തീർച്ച. കാരണം റെഡ് ഹൾക്കും ലീഡറും ഇതിൽ കൺഫേം ആണ്. ഈവൻ റെഡ് ഷീ ഹൾക്കും കൂടെ വരാനുള്ള സാധ്യതകളുണ്ട്. സോ ഈ ഒരു സാഹചര്യത്തിൽ റെഡ് ഹൾക്കിൻ്റെയും റെഡ് ഷീ ഹൾക്കിൻ്റെയും കൊമിക് ഒറിജിൻസ് ആൻഡ് പവേഴ്സും ഈ ഒരു സിനിമയിൽ എങ്ങനെയാകും വരിക ആൻഡ് ഫ്യൂച്ചർ MCUവിൽ എങ്ങനെയാകും ഇവരെ കൊണ്ടുവരിക എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു കൊമിക് മന്ത്ര. ഞാൻ ശ്രീനന്ദൻ ചെങ്ങന്നൂർ. ഓൾമോസ്റ്റ് എല്ലാ മാർവൽ ക്യാരക്ടേഴ്സിനെ പോലെ തന്നെ സ്റ്റാൻലിയും ജാക്രിപ്പിയും ചേർന്നാണ് ജനറൽ തണ്ടർബോൾട്ട് റോസിനെയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1962 ഇൻക്രെഡിബിൾ ഹൾക്ക് ഇഷ്യൂ നമ്പർ 1, അതായത് ഹൾക്കിൻ്റെ ഏറ്റവും ആദ്യത്തെ കോമിക്സിൽ തന്നെ ഏറ്റവും ഐക്കോണിക് വില്ലനായി ഈ റോസും കടന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ റെഡ് ഹൾക്ക് ആദ്യമായി കടന്നു വന്നത് 2008 ഹൾക്ക് ഇഷ്യൂ നമ്പർ 1-ലാണ്. ആൻഡ് ആ ഒരു സീരീസിലെ 21 ഇഷ്യൂസോളം ആരാണ് റെഡ് ഹൾക്ക് എന്നുള്ളത് റിവീൽ ആയിട്ടുണ്ടായിരുന്നില്ല. 22ാമത്തെ ഇഷ്യൂവിലാണ് തണ്ടർബോൾട്ട് റോസാണ് റെഡ് ഹൾക്ക് എന്ന് റിവീൽ ആവുന്നതും 23ാമത്തെ ഇഷ്യൂവിലാണ് ഈ റെഡ് ഹൾക്കിൻ്റെ ഒറിജിൻസ് കാണിക്കുന്നത്. ഹൾക്കടക്കം മാർവലിൽ ഒരുപാട് ഹീറോസിനെ ഇടിച്ച് പഞ്ഞിക്കിട്ട് വലിയൊരു ത്രെറ്റായിട്ട് 21 ഇഷ്യൂസോളം നിന്നൊരു ക്യാരക്ടറായിരുന്നു റെഡ് ഹൾക്ക്. എന്നാൽ ഏറ്റവും അവസാനം 22ാം ഇഷ്യൂവിൽ റെഡ് ഷീ ഹൾക്ക് വരേണ്ടി വന്നു റെഡ് ഹൾക്കിനെ തോപ്പിക്കാൻ. ഈ സെയിം ഹൾക്ക് കോമിക് സീരീസിലെ ഇഷ്യൂ നമ്പർ 15-ലാണ് റെഡ് ഷീ ഹൾക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് റെഡ് ഹൾക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് ഗ്രീൻ ഹൾക്കിൻ്റെ കാര്യം നമുക്കറിയാം, കൂടുതൽ ആംഗ്രി ആവുന്നതനുസരിച്ചിട്ട് കൂടുതൽ സ്ട്രെങ്ത് കിട്ടും. പക്ഷേ റെഡ് ഹൾക്കിന് കൂടുതൽ ആംഗ്രി ആവുന്നതനുസരിച്ചിട്ട് ദേഹത്തുനിന്ന് കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അതായത് കൂടുതൽ ദേഷ്യം വരുന്നതനുസരിച്ചിട്ട് റെഡ് ഹൾക്ക് കൂടുതൽ ഓവർ ഹീറ്റ് ആവാൻ തുടങ്ങി. ഇത് കുറേയൊക്കെ റെഡ് ഹൾക്കിൻ്റെ എനർജി ഡ്രെയിൻ ചെയ്യുകയും ചെയ്യുന്നു. സോ 22ാമത്തെ ഇഷ്യൂവിൽ ഓൾറെഡി ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്, ഒരു വലിയ ഫൈറ്റിംഗ് കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു റെഡ് ഹൾക്കിനെ റെഡ് ഷീ ഹൾക്ക് അറ്റാക്ക് ചെയ്യും. സോ ഓൾറെഡി റെഡ് ഷീ ഹൾക്കിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ അപ്പർ ഹാൻഡ് ആയിട്ടുള്ളത്. അങ്ങനെ ഏറ്റവും അവസാനം റെഡ് ഹൾക്കിനെ റെഡ് ഷീ ഹൾക്ക് തോപ്പിക്കുന്നു. ആൻഡ് റെഡ് ഷീ ഹൾക്ക് റെഡ് ഹൾക്കിൻ്റെ എനർജി ഇങ്ങനെ ഡ്രെയിൻ ചെയ്ത് ആരാണ് ഇയാളെന്നുള്ള ഒരു ഐഡന്റിറ്റി കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ റെഡ് ഹൾക്ക് പറയുന്നുണ്ട് ഡു ഇറ്റ്, കിൽ മീ. അപ്പോഴാണ് റെഡ് ഷീ ഹൾക്ക് അയാൾ ആരാണെന്ന് മനസ്സിലാവുന്നത്. ആൻഡ് പറയുകയാണ്, എനിക്കതൊരിക്കലും ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് യു ആർ മൈ ഫാദർ. അതായത് റെഡ് ഹൾക്ക് തണ്ടർബോൾട്ട് റോസ് ആണ് ആൻഡ് ബെറ്റി റോസ് ആണ് റെഡ് ഷീ ഹൾക്ക്. ഇത് രണ്ട് റിവീൽ ആവുന്നത് 22ാം ഇഷ്യൂവിലെ ഏറ്റവും അവസാനത്തെ പേജിലാണ്. ഈ രണ്ട് റെഡ് ഹൾക്കിന്റെ ഒറിജിനെ പറ്റി പറയണമെങ്കിൽ തണ്ടർബോൾട്ട് റോസും ഹൾക്കും തമ്മിലുള്ള റൈവലറിയെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എത്രമാത്രം തണ്ടർബോൾട്ട് റോസ് ഹൾക്കിനെ ഹേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എപ്പം ആർമി സന്നാഹങ്ങളൊക്കെ ആയിട്ട് പോയാലും ഹൾക്ക് അടിച്ച് നാണം കെടുത്തി വിട്ട് ആർമിക്ക് വലിയൊരു നാണക്കേടാണ് എപ്പോഴും ഹൾക്കിനെ നേരിട്ട് തോറ്റിട്ട് വരുന്നത്. അത് പോരാഞ്ഞിട്ട് തന്നെ ഹൾക്ക് എപ്പോഴും ഒരു വലിയ ത്രെറ്റായിട്ടാണ് തണ്ടർബോൾട്ട് റോസ് കാണുന്നത്. സ്റ്റിൽ ഹൾക്ക് ഒരു മോൺസ്റ്റർ ആണ്, എത്ര വലിയൊരു അവഞ്ചർ ആണെങ്കിലും ഹീറോ ആണെന്നൊക്കെ പറഞ്ഞാലും. അതേപോലെ ഈ അവഞ്ചറും ഹീറോ ഒക്കെ ആയതും പുള്ളിക്ക് എത്ര പിടിച്ചിട്ടുണ്ടായിരിക്കത്തില്ലല്ലോ. അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ടാണ് ഈ ബ്രൂസ് ബാനർ പോയി ബെറ്റി റോസുമായിട്ട് റിലേഷൻ ആവുന്നത്. സോ ബേസിക്കലി തൻ്റെ മോളെ ഇഷ്ടപ്പെടുന്ന ആളുമാണ്, അതേപോലെ താൻ ഹേറ്റ് ചെയ്യുന്ന മോൺസ്റ്ററുമാണ്. ഇത് രണ്ടിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മോഡോക്കിൻ്റെ സഹായത്തോടെ അബോമിനേഷനെ പുറത്തിറക്കും. എന്നാൽ അബോമിനേഷൻ വിലയായിട്ട് വിജയിക്കുന്നൊന്നുമില്ല എന്ന് മാത്രമല്ല, ബെറ്റി റോസ് താൻ ഇഷ്ടപ്പെടുന്ന ആളെ കൊല്ലാൻ അച്ഛൻ അബോമിനേഷൻ ഇറക്കിയെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ബെറ്റിയും തണ്ടർബോൾട്ട് റോസും തമ്മിൽ അകലുന്നു. അങ്ങനെ ഇവഞ്ച്വലി ഏറ്റവും അവസാനം ഒരു ഫൈറ്റിനിടയിൽ അറിയാതെ അബോമിനേഷൻ ബെറ്റി റോസിനെ കൊല്ലുന്നു. സോ തൻ്റെ മോളുടെ മരണത്തിന് തന്നെ തണ്ടർബോൾട്ട് റോസ് കാരണക്കാരനാകും. അങ്ങനെ വലിയൊരു ഡിപ്രഷനോട്ട് പോയ റോസിൻ്റെ അടുത്തേക്കാണ് ദ ലീഡറിൻ്റെ മോഡോക്കിൻ്റെ കടന്നു വരവ്. ദ ലീഡർ ഈ ഒരു സ്റ്റോറിയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. ആൻഡ് ലീഡർ വരാനിരിക്കുന്ന ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡിലും വലിയൊരു റോളിൽ വരുന്നുണ്ട്. ലീഡർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇൻക്രെഡിബിൾ ഹൾക്കിലുണ്ടായിരുന്ന മിസ്റ്റർ ബ്ലൂ എന്ന ക്യാരക്ടറാണ്. ഇപ്പോഴാണ് പുള്ളി തിരിച്ചു വരുന്നത്. ആൻഡ് കോമിക്സിൽ ഹൾക്കിൻ്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് വില്ലനും ആൻഡ് ഒരു വലിയ ക്യാരക്ടറുമാണിത്. പുള്ളിയെ പറ്റി പറയാൻ ഒരുപാടുള്ളത് കൊണ്ട് നമുക്ക് തൽക്കാലം അടുത്ത ഇഷ്യൂവിൽ പുള്ളിയെ പറ്റി പറയാം. സോ ഇവിടേക്ക് വരുമ്പോൾ ലീഡറിൻ്റെ കയ്യിലൊരു ടെക്നോളജി ഉണ്ട് മരിച്ചവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ തന്നെ ബെറ്റി റോസിനെ കൊണ്ടുവരാം. പക്ഷേ അതിന് പകരം തൻ്റെ മറ്റൊരു എക്സ്പെരിമെൻറ്റിൻ്റെ തണ്ടർബോൾട്ട് റോസ് സബ്ജക്റ്റ് ആവണമെന്ന് പറയുന്നു. ആ എക്സ്പെരിമെൻ്റ് ആയിരുന്നു റെഡ് ഹൾക്ക് എക്സ്പെരിമെൻറ്റ്. അങ്ങനെ ഇവഞ്ച്വലി തണ്ടർബോൾട്ട് റോസ് റെഡ് ഹൾക്കായിട്ട് മാറുന്നു. ഇതേ ബെറ്റി റോസിന് അതിനുശേഷം റെഡ് ഷീ ഹൾക്കായിട്ട് ലീഡർ മാറ്റുകയും ചെയ്യും. ഒറിജിൻ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി റെഡ് ഹൾക്കിൻ്റെയും റെഡ് ഷീ ഹൾക്കിൻ്റെയും പവേഴ്സ് എന്തൊക്കെയാണെന്നും റെഡ് ഹൾക്കും ഗ്രീൻ ഹൾക്കും തമ്മിലുള്ള മെയിൻ പവർ ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബേസിക്കലി നമ്മൾ നേരത്തെ പറഞ്ഞ ഹീറ്റ് ജനറേഷൻ്റെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. അതിൻ്റെ കൂടാണ് എനർജി അബ്സോർപ്ഷൻ ഉള്ളത്. നമ്മൾ ഒറിജിനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ റെഡ് ഷീ ഹൾക്ക് റെഡ് ഹൾക്കിന് എനർജി ഡ്രെയിൻ ചെയ്തെന്ന്. അതുപോലെ തന്നെ റെഡ് ഹൾക്കിനും സാധിക്കും. ആൻഡ് ഈ എനർജി എന്ന് പറയുന്നത് ബാക്കി ക്യാരക്ടേഴ്സിൻ്റെ ഉള്ള എനർജി മാത്രമല്ല, ഈവൻ ഇൻറ്റൻസ് റേഡിയേഷൻസും കോസ്മിക് എനർജിയൊക്കെ അവർ അബ്സോർബ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ കൂടാണ് ട്രാൻസ്ഫോർമേഷൻ അവരുടെ ഓൺ വില്ലിൽ സാധിക്കുന്നത്. നമുക്കറിയാം ദേഷ്യം വരുമ്പോഴാണ് ബ്രൂസ് ബാനർ ഹൾക്കായിട്ട് മാറുന്നത്. ആൻഡ് ദേഷ്യം പോയി കാം ആവുമ്പോഴത്തേക്കും ബ്രൂസ് ബാനറായിട്ട് തിരിച്ച് ഹ്യൂമൻ ഫോമിലോട്ട് മാറുന്നു. ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് തണ്ടർബോൾട്ട് റോസിൻ്റെ മനസ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് റെഡ് ഹൾക്കായിട്ട് മാറുന്നതും തിരിച്ച് ഹ്യൂമനായിട്ട് മാറുന്നതും. ആൻഡ് ഇത് ഈ ക്യാരക്ടറിനെ കൂടുതൽ ഡേഞ്ചറസ് ആക്കുന്നു. അതേപോലെ തന്നെ ജനറൽ റോസ് ഒരു ആർമിമാൻ ആയതുകൊണ്ട് തന്നെ ആർമിയുടെ ലെവൽ, മിലിറ്ററി ലെവൽ കോമ്പാറ്റ് സ്കിൽസ് ആണ് പുള്ളിക്കുള്ളത്. നമുക്കറിയാം ഗ്രീൻ ഹൾക്ക് എന്ന് പറയുന്ന ഒരു വലിയ റേജിങ് മോൺസ്റ്റർ ആണ്. പുള്ളി എങ്ങനെ ഫൈറ്റിംഗ് പാറ്റേൺ ഒന്നുമില്ല. പക്ഷേ അതേസമയം റെഡ് ഹൾക്ക് എന്ന് പറയുന്ന ഒരു ആർമി മാനും അതേപോലെ തൻ്റെ കോൺഷ്യസ്നസ് കറക്റ്റായിട്ട് മോൺസ്റ്റർ ആയിരിക്കുന്ന സമയത്തുള്ള ഒരാളാണ്. സോ അതിനനുസരിച്ചിട്ടുള്ളൊരു ഫൈറ്റിംഗ് സ്കിൽസ് ആണ് റെഡ് ഹൾക്കിനുള്ളത്.
ഇനി റെഡ് ഷീ ഹൾക്കിൻ്റെ കേസ് എടുത്താലും നമ്മൾ നേരത്തെ പറഞ്ഞ റെഡ് ഹൾക്കിൻ്റെ പവേഴ്സ് എല്ലാം തന്നെ ഈ ഒരു ക്യാരക്ടറിനുണ്ട്. നമ്മുടെ ഗ്രീൻ ഷീ ഹൾക്ക് അഥവാ ജെന്നിഫർ വാൾട്ടേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷീ ഹൾക്ക് ആയിരിക്കുന്ന സമയത്ത് പോലും ജെന്നിഫർക്ക് വളരെ കാമായിരിക്കും, ലോജിക്കൽ തിങ്കിങ് ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ റെഡ് ഷീ ഹൾക്കായിട്ടിരിക്കുമ്പോൾ ബെറ്റിയുടെ ക്യാരക്ടർ കുറച്ചൊക്കെ മാറി കുറച്ച് റൂത്ത്ലെസ്സും അഗ്രസീവുമായിട്ട് മാറും. ഇതാണ് ഇവർ തമ്മിലുള്ള മെയിൻ വ്യത്യാസം. ബാക്കിയെല്ലാം ഏകദേശം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോലെ തന്നെ റെഡ് ഹൾക്കുമായിട്ടുള്ള സിമിലർ പവേഴ്സ് തന്നെയാണ്. ഒറിജിനലി ഇങ്ങനെ ഒരു വില്ലനായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെങ്കിലും റെഡ് ഹൾക്ക് പിന്നീട് അവഞ്ചേഴ്സ് വരെ ഭാഗമായിട്ടുള്ള ഒരു ആൻറ്റി ഹീറോ ആയിട്ട് മാറി. ഇത് കൂടാതാണ് തണ്ടർ ബോൾസ് എന്ന സ്വന്തം ബ്ലാക്ക് ഓപ്സ് ടീമിൻ്റെ കടന്നുവരവ്. തണ്ടർ ബോൾസിൻ്റെ സിനിമ അടുത്ത MCUവിൽ വരാൻ പോകുന്നൊരു മൂവിയാണ്. പക്ഷേ അതിൽ തണ്ടർ ബോൾട്ട് റോസ് ഉണ്ടായിരിക്കത്തില്ല, ഒരു ഡിഫറൻറ്റ് ടീമാണ്. പക്ഷേ തണ്ടർ ബോൾട്ട് റോസിന് ഈ ടീമായിട്ട് അഫിലിയേഷൻ ഉണ്ടായിരിക്കും എന്നാണ് തോന്നുന്നത്. കാരണം കോമിക്സിലും തണ്ടർ ബോൾസ് എന്ന ഈ ടീമിന് പേര് വരാൻ കാരണം ഈ ഒരു ക്യാരക്ടർ ലീഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ്. അതുകൂടാതെ ഹൾക്കിനെ ഹണ്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി മിലിറ്ററിക്ക് ഉണ്ടായിരുന്ന ഹൾക്ക് ബസ്റ്റേഴ്സ് എന്നൊരു ടീമിൻ്റെ ലീഡറും ഇദ്ദേഹം തന്നെയായിരുന്നു. അതുകൂടാതെ ഡിഫൻഡേഴ്സ് ടീമിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അതിൻ്റെ ഒരു ഈവിൾ കൗണ്ടർ പാർട്ടായിട്ടുള്ള ഒഫൻഡേഴ്സിലും റെഡ് ഹൾക്ക് ഭാഗമായിട്ടുണ്ട്. ഇനി റെഡ് ഷീ ഹൾക്കിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഡിഫൻഡേഴ്സിലാണ് റെഡ് ഷീ ഹൾക്ക് ഭാഗമായിട്ടുള്ളത്. അതുകൂടാതെ അവഞ്ചേഴ്സിലും ഒക്കേഷനിൽ ഈ ക്യാരക്ടർ ഭാഗമായിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഹൾക്ക് ആൻഡ് ദി ഏജൻസ് ഓഫ് സ്മാഷ് കാർട്ടൂൺ സീരീസ്. അതിൽ റെഡ് ഹൾക്ക് ഹൾക്കിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ടായിരുന്നു കടന്നു വന്നത്. ഞാൻ ആദ്യമായിട്ട് റെഡ് ഹൾക്കിനെ കാണുന്നത് അവഞ്ചേഴ്സസ് മൈറ്റി സീറോസ് ആനിമേറ്റഡ് സീരീസിലാണ്. അതിൽ റെഡ് ഹൾക്ക് വേഴ്സസ് സ്റ്റീവ് റോജേഴ്സ് എന്ന് പറയുന്നത് വലിയൊരു കോൺഫ്ലിക്റ്റ് തന്നെയായിരുന്നു. സോ ബേസിക്കലി ഹൾക്ക് ഒരുപാട് കാലമായിട്ട് ഗാമ പ്രിസണിലാണ്. അവഞ്ചേഴ്സ് ഹൾക്കിനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നു. അങ്ങനെ റിലീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ ഹൾക്ക് വീണ്ടും റേജ് കയറി ഒരു വലിയ മോൺസ്റ്ററായി മാറി ഇവരെ തന്നെ അറ്റാക്ക് ചെയ്തിട്ട് പോകുന്നു. ശരിക്കും സംഭവിച്ചത് തണ്ടർ ബോൾട്ട് റോസ് ഒരു ഇംപ്ലാന്റ് ഹൾക്കിൻ്റെ ബ്രെയിനിലോട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ആംഗിളിലോട്ട് ഹൾക്ക് പോയത്. എന്നാൽ ഇതിലൂടെ ഹൾക്ക് ഒരു വലിയ മോൺസ്റ്റർ ആണെന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കുകയും ഹൾക്കിനെ ഹണ്ട് ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുകയും ചെയ്യുകയാണ്. ഇതിനിടയിൽ കൂടെയാണ് റെഡ് ഹൾക്കിൻ്റെ കടന്നു വരും. കോമിക്സിൽ പോലെ തന്നെ ആരാണ് റെഡ് ഹൾക്ക് എന്നുള്ളൊരു മിസ്റ്ററി തന്നെയായിരുന്നു ഇവിടെ. ആ റെഡ് ഹൾക്ക് ഹൾക്കിനെ പോലെ തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ പോലും ഒരുപാട് നന്മയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് രക്ഷിച്ചൊക്കെ ആയിരുന്നു ഇരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ പബ്ലിക് റെഡ് ഹൾക്കിനെ അവഞ്ചേഴ്സിലേക്ക് കയറ്റണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് റിക്വസ്റ്റ് വരികയും ഇവഞ്ച്വലി അവരെ സംബന്ധിച്ച് റെഡ് ഹൾക്ക് അവഞ്ചേഴ്സിലേക്ക് ഭാഗമാവുകയും ചെയ്യും. എന്നാൽ ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് ഇതിൽ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ക്യാപ്റ്റൻ അമേരിക്ക സത്യങ്ങളെല്ലാം കണ്ടുപിടിക്കുകയും ഇതുമൂലം റെഡ് ഹൾക്കിൻ്റെ പ്ലാൻ ഫെയിൽ ആവുകയും ചെയ്യുന്നു. അങ്ങനെ ഏറ്റവും അവസാനം റെഡ് ഹൾക്കിനെ ഇവർ നേരിട്ട് തോൽപ്പിക്കുന്നു. അങ്ങനെ തണ്ടർ ബോൾട്ട് റോസ് ആണ് റെഡ് ഹൾക്ക് എന്ന് ഇവർക്ക് മനസ്സിലാവുന്നു. തണ്ടർ ബോൾട്ട് റോസ് ആ ഒരു ഗാമ പ്രിസണിലേക്ക് പോവുകയും ചെയ്യും. സോ ബേസിക്കലി സ്റ്റീവ് റോജേഴ്സ് എന്ന ഒറ്റ മനുഷ്യനുള്ളതുകൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത്. ഇല്ലെങ്കിൽ റെഡ് ഹൾക്കിൻ്റെ പ്ലാനുകൾ വിജയിക്കുകയും ഹൾക്ക് ഒരു മോൺസ്റ്ററെ പോലെ ഒരു പ്രിസണിൽ കിടക്കുകയും റെഡ് ഹൾക്ക് ഇവിടെ അവഞ്ചേഴ്സിൻ്റെ ഭാഗമായി നടക്കുകയും ചെയ്തേനെ. അപ്പോൾ ഇക്കുറി ക്യാപ്റ്റൻ അമേരിക്കയുടെ പടത്തിൽ തന്നെയാണ് റെഡ് ഹൾക്കിനെ MCUവിലേക്ക് കൊണ്ടുവരുന്നെങ്കിൽ പോലും സ്റ്റീവ് റോജേഴ്സിന് ഒരുപാട് മിസ് ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. ക്യാപ്റ്റൻ അമേരിക്ക ന്യൂ വേൾഡ് ഓർഡർ എന്ന പേരിൽ ഇനിഷ്യലി അനൗൺസ് ചെയ്ത എന്നാൽ പിന്നീട് ബ്രേവ് ന്യൂ വേൾഡ് എന്ന ഒരു പേര് മാറ്റിയ പുതിയ ക്യാപ്റ്റൻ അമേരിക്ക സിനിമ കടന്നു വരുമ്പോഴത്തേക്കും സ്റ്റീവ് റോജേഴ്സ് എല്ലാം മറിച്ച് സാം വിൽസൺ ആണ് ക്യാപ്റ്റൻ അമേരിക്ക. അതുകൊണ്ട് തന്നെ പലർക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സിനിമയായിരുന്നു ഇത്. ഇനിഷ്യൽ അനൗൺസ്മെൻറ്റ് തൊട്ടേ ആരും അധികം വലിയ കാര്യമായിട്ട് പറയാത്തൊരു മൂവി ആയിരുന്നെങ്കിൽ പോലും റെഡ് ഹൾക്ക് ഉണ്ടെന്നറിഞ്ഞോടുകൂടി ഒരുപാട് പേർക്ക് ഈ സിനിമ ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് മാറി. റെഡ് ഹൾക്ക് മാത്രമല്ല ബെറ്റി റോസും ദ ലീഡറും അടക്കമുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാരക്ടേഴ്സ് ഇതിൽ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ സിനിമ ഇവരെ കാണാൻ വേണ്ടി വളരെയധികം എക്സൈറ്റഡ് ആണ്. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ റെഡ് ഹൾക്കിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരിക്കും. കാരണം തണ്ടർ ബോൾട്ട് റോസ് ഇവിടെ ഒരു ആർമി മാനായിട്ടല്ല മറിച്ച് US പ്രസിഡൻ്റായിട്ടാണ് കടന്നു വരുന്നത്. അതുമാത്രമല്ല ഇതിൽ തണ്ടർ ബോൾട്ട് റോസ് തന്നെയാണ് റെഡ് ഹൾക്ക് എന്നുള്ളത് ആ ട്രാൻസ്ഫോർമേഷനിലൂടെ നല്ലപോലെ റിവീൽ ആവും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം കോമിക്സിലും കാർട്ടൂണിലും ഒക്കെ നമ്മൾ കാണുന്ന ടൈമിൽ ഒരു വലിയ മിസ്റ്ററി ആയിരുന്നെങ്കിലും ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണിത്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ മിസ്റ്ററി ആയിട്ട് കൊണ്ടുപോകാതെ ഒരു പത്രസമ്മേളനത്തിനിടയിലോ എന്തോ ആണ് പുള്ളിക്കാരൻ റെഡ് ഹൾക്കായിട്ട് മാറുന്നതായിട്ട് ട്രെയിലർ കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും എന്തുമാത്രം കാര്യങ്ങൾ ചേഞ്ച് ആവും നമുക്കറിയില്ല. കാരണം കോമിക്സ് ഹൾക്കിൽ നിന്നും കുറേ വ്യത്യാസമായിട്ട് തന്നെയാണ് MCUവിലെ ഹൾക്കും വന്നിട്ടുണ്ടായിരുന്നത്. സോ റെഡ് ഹൾക്കിൽ മൊത്തത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും റെഡ് ഹൾക്കും ലീഡറും അടക്കമുള്ള ക്യാരക്ടേഴ്സ് കടന്നു വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ ക്യാപ്റ്റൻ അമേരിക്ക 4 എന്നതുപോലെ തന്നെ ഹൾക്കിൻ്റെ ഒരു രണ്ടാം സിനിമയിലേക്കുള്ള ഒരു പ്രീലൂഡ് കൂടെ ആയിരിക്കുമെന്ന കാര്യം എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ വേൾഡ് വാർ ഹൾക്ക് അല്ലെങ്കിൽ വേൾഡ് ബ്രേക്കർ ഹൾക്കിൻ്റെ പടം വരുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാലമായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണെങ്കിലും ഇതുവരെ അതിൻ്റെ യാതൊരു അപ്ഡേറ്റും വന്നിട്ടില്ല. എന്നാൽ ഈ സിനിമയിലെ പ്ലോട്ടിലെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവഞ്ച്വലി അടുത്തൊരു ഹൾക്ക് മൂവിയിലേക്കുള്ള കണക്ഷൻ എന്തായാലും ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. ഇവൻ ബ്രൂസ് ബാനർ പോലും ഈ ഒരു സിനിമയിൽ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലോ മറ്റോ വരാനോ സാധ്യതയുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തണ്ടർ ബോൾസ് എന്ന ടീം തുടങ്ങുന്ന തണ്ടർ ബോൾട്ട് റോസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു സിനിമയിലേക്കുള്ള ഒരു കണക്ഷനും ഈ ഒരു സിനിമയിൽ ഉണ്ടായേക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹൾക്കിൻ്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് വില്ലന്മാരുള്ള ഒരാളായ ദ ലീഡറിൻ്റെ വീഡിയോ ആയിരിക്കും നമ്മൾ അടുത്തായിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. സോ ഇത്തരത്തിലുള്ള കണ്ടൻസ് ഇഷ്ടപ്പെട്ട ആളാണ് നിങ്ങളെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു കണ്ടുപിടുന്നവരേക്കും ദിസ് ഇസ് ചെങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം കോമിക് മന്ത്ര.